ദ്വൈതം. മസ്തിഷ്കത്തിൻ്റെ ഇടതുഖണ്ഡവും വലതുഖണ്ഡവും അവസാനമില്ലാത്ത പരസ്പര സംഘർഷത്തിലാണോ, അതോ അവസാനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത അഗാധ രാഗമൂർച്ചയിലാണോ? ഒരു ചിത്രശലഭത്തെ പിച്ചിക്കീറി ശരീരാവയവങ്ങൾ മുട്ടുസൂചി കൊണ്ട് പഠനപ്പലകയിൽ തറച്ചു വയ്ക്കുകയും അവയ്ക്കോരോന്നിനും പേരും ധർമ്മങ്ങളും അടിയിൽ കുറിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ശാസ്ത്രകാരനാണോ, അതോ ചിത്രശലഭത്തിൻ്റെ ക്ഷണികമെങ്കിലും തീവ്രതീക്ഷ്ണമായ വാസന്ത വായ്പുകൾ കവിതയിലേക്ക് നിത്യപ്രവാഹമാക്കുന്ന കലാകാരനാണോ വാഴ്വിനെ മുഗ്ധമാക്കുന്നത്? അത്ഭുതത്തോടെ നാം അറിയുന്നു, ഐൻസ്റ്റൈൻ്റെ ആദ്യ ഗവേഷണ പ്രബന്ധം വെള്ളത്തിൽ പടർന്ന പുഷ്പപരാഗ രേണുക്കളുടെ സഞ്ചാരപഥങ്ങളുടെ ബലതന്ത്ര രഹസ്യങ്ങളെ കുറിച്ചായിരുന്നുവെന്ന്. ശാന്തിനികേതനിലെ അധ്യയന പദ്ധതികളിൽ ശാസ്ത്രീയ ചിന്താധാരകൾ ഉൾച്ചേർത്ത് സുസജ്ജമാക്കുന്നതിനെ കുറിച്ച് ഗുരുദേവ് ടാഗോർ ഉത്കണ്ഠപ്പെട്ടിരുന്നതിനെ കുറിച്ച് അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഇടതും വലതും തമ്മിൽ എന്ത്? അജ്ഞാതവും ദുരൂഹവും അഗാധവുമായുള്ള ഈ പ്രപഞ്ചത്തെ യുക്തിക്കും ബോധത്തിനും കരഗതമായിട്ടുള്ള ഏതാനും കുഞ്ഞുപകരണങ്ങൾ കൊണ്ട് അഴിച്ചു നോക്കാനാണോ, അതോ ഭാവനയ്ക്കും സർഗാത്മകതയ്ക്കും കൈവന്നിട്ടുള്ള സൗന്ദര്യബോധം കൊണ്ട് അനുസന്ധാനത്തിലൂടെയും അനുകരണത്തിലൂടെയും അനശ്വരമാക്കി തീർക്കാനാണോ മനുഷ്യന്റെ നിയോഗം? താവോയിലെ യിന്നാണോ യാനാണോ അനിവാര്യം? ഹൃദയത്തിലാണോ തലച്ചോറിലാണോ മനുഷ്യന്റെ വിമുക്തിയുടെ രഹസ്യമന്ത്രം ഒളിപ്പിച്ചിരിക്കുന്നത്? തലച്ചോറില്ലാത്ത ഹൃദയം വിഭ്രാന്തവും ഹൃദയമില്ലാത്ത മസ്തിഷ്കം ഊഷരവും ആവില്ലേ? ലാവണ്യത്തിന്റെ അനന്തവും അതേസമയം ഗംഭീരവുമായ സൃഷ്ടികളാൽ പ്രപഞ്ചം സംവേദനക്ഷമതയുള്ള ചേതസ്സുകളെ വിസ്മയിപ്പിക്കുന്നു. ആ ഗാഢസ്പർശനത്തിന്റെ സ്വാധീനത്തിൽ ചില ചേതസ്സുകൾ ചിന്തയിലേക്ക് പ്രകമ്പനം കൊള്ളുമ്പോൾ മറ്റു ചിലത് അനുഭൂതികളിലേക്ക് മഴവില്ലായി തൂവുന്നു. ഏതു നിയോഗത്തിന്റെ കടപ്പാട് കൊണ്ടാവാം സമർപ്പിത സചേതന മനസ്സുകൾ ഇങ്ങനെ രണ്ടായി ചിന്തയിലേക്കും അനുഭൂതിയിലേക്കുമായി പിരിഞ്ഞൊഴുകുന്നത്. അതും ചിന്ത തന്നെ അനുഭൂതിയും അനുഭൂതിയിൽ നിന്ന് ചിന്തയും എന്ന സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ. പരസ്പരം വിഴുങ്ങുന്ന രണ്ട് സർപ്പങ്ങളുടെ കാൽപ്പനികമായ ഒരു സ്വപ്ന ദൃശ്യത്തിൽ നിന്നാണ് ബെൻസീൻ മൂലകത്തിന്റെ രാസസൂത്രഘടന താൻ വരച്ചെടുത്തതെന്ന് രസതന്ത്രജ്ഞനും എണ്ണമറ്റ ശരീരങ്ങളുടെ അനാറ്റമി അപഗ്രഥിച്ചാണ് തൻ്റെ മാതൃകാ മനുഷ്യരൂപങ്ങൾ കോറിയിട്ടതെന്ന് ഡാവിഞ്ചിയും നിഷ്കളങ്കരായി ഏറ്റുപറയുമ്പോൾ ചിന്തയ്ക്കും ഭാവനയ്ക്കും ദൈവമേ തമ്മിലെന്ത്? ഏത് സുഹൃതത്തിൻ്റെ അനുഗ്രഹത്താലാണ് മനുഷ്യന്റെ ദുർബലമായ അസ്തിത്വത്തിന് ഈ രണ്ട് കൈവല്യങ്ങൾ സ്വായത്തമായതെന്ന് വിനയത്തോടെ തലകുനിക്കാനും സ്വയം സാക്ഷാത്കരിക്കാനുമല്ലാതെ മറ്റെന്താണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്?